അങ്ങനെ 3 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ബാഗ് പാക്ക് ചെയ്ത് മുംബൈയിൽ നിന്ന് ഇറങ്ങി. ഷാറുഖ് ഖാൻ സ്വദേശി പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ വരെ പൈസ കൊടുക്കേണ്ടിരിക്കാല്ലേ. അങ്ങനെ അവിടുന്ന് അറിയുന്നവരോടൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഊബർ എത്തി. ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ആകെ 6 കിലോമീറ്റർ വരുന്നുള്ളൂ. മുംബൈ ഛത്രപതി ശിവാജി ടെർമിനൽ 2 നോൺ ഫ്ലൈറ്റ്. അങ്ങനെ അവിടെ ഇറങ്ങി വേഗം സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞുള്ളിൽ കയറി. എങ്ങനെയെങ്കിലും ടിക്കറ്റിന്റെ പൈസ ലോഞ്ചിന് മുതലാക്കാൻ വേണ്ടിയിട്ടാണ് 1-2 ഫ്ലൈറ്റിന് 10 ആകുമ്പോഴത്തേക്ക് ഉള്ളിൽ കയറി. അതുകൊണ്ട് തന്നെ ടൈം വേസ്റ്റ് ആക്കാണ്ട് ഞങ്ങൾ വേഗം ബോർഡിംഗ് പാസ് എടുത്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങി. ഇയാൾ ഇത് എവിടെ പോയാലും പ്രശ്നമാണല്ലോ. അവന്റെ QR കംപ്ലൈന്റ് ആണോ അല്ലേ. ആ ചേച്ചിയും സെക്യൂരിറ്റി ചേട്ടനും കൂടി കുറെ നോക്കി. എന്നിട്ട് നടക്കാത്തോണ്ട് പിന്നെ സീലടിച്ചുള്ളിൽ കയറ്റി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഉള്ളിലെത്തിയപ്പോഴത്തേക്ക് ഇവിടെ അദാനി പറ്റിച്ചു ഗൈസ്. ഇയാൾ ഒരുവിധം ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ ഇവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നെ അവിടുന്ന് വെറുതെ തിരിഞ്ഞാക്കി ഫുഡ് കോർട്ടിൽ RCBനെ കളിട്ടിരുന്നു. അത് കഴിഞ്ഞവർ അവിടെ ഇരുന്നു. സമയം ഇഷ്ടം പോലെ ബാക്കിയുണ്ടല്ലോ. പിന്നെ അവിടുന്ന് നേരെ മെഗ്ഡിയിലേക്ക് പോയി. ഇവിടുത്തെ മെഷീൻസോ കംപ്ലൈന്റ് ആണല്ലോ. ഒരു മീലും വാങ്ങി പിന്നെ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ നമ്മുടെ ടൈമായി. ഇത് ആക്കാണ് ചെറിയ ഫ്ലൈറ്റ് നമ്മളത്. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത എന്തിനാണ് 1 മണിക്കൂർ മുമ്പേ എല്ലാവരും പോയി വരിക്കുന്നതാണ്. പിന്നെ ഓരോക്കെ നിൽക്കുന്നുണ്ടപ്പോൾ നമ്മൾ നിന്ന്. ഇതാണ് നമ്മളെ പൈലറ്റ്. ഇയാളും നമ്മളപ്പുറം വരിക്കാണ്ടേ കേട്ടോ. ഈ ഇൻഡിഗോ ആണെങ്കിൽ 10 മിനിറ്റ് മുമ്പേ ഫ്ലൈറ്റ് എടുക്കും. ഇയാൾ ഇതെന്തായി കാണിക്കുന്നത്? ഒരു നല്ല കാര്യത്തിന് മുമ്പ് ആദ്യം മുന്നോട്ട് എടുക്കണ്ടേ, പിന്നോട്ടാണോ എടുക്കുക? എയർ ഹോസ്റ്റേഴ്സ് ഒന്നും ഇതൊക്കെ കാണിച്ചു വരുമ്പോഴത്തേക്ക് ഇയാൾ ഇറങ്ങിട്ടോ. പിന്നെ ഇങ്ങനെ കാണിച്ചിരുന്നു വീഡിയോ എടുക്കാൻ പറ്റില്ല പറഞ്ഞത്. അങ്ങനെ ഫ്ലൈറ്റ് എടുത്തൊന്ന് പൊന്തി വരുമ്പോഴത്തേക്ക് ക്യാമറ എത്തി. ഇനി ഇവിടെ 3 മണിക്കൂർ പോസ്റ്റ്. അപ്പൊ ശരി.